ഓരോരുത്തരുടെ മനോനില എത്രത്തോളം വൈകൃതങ്ങൾ നിറഞ്ഞതാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളതെന്ന് പറയാം. സംഭവം അനുമോൾ ബിഗ് ബോസ് സീസൺ 7 വിന്നറായി മാറിയ അനുമോൾ പുള്ളിക്കാരത്തിയുടെ ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതും കൂടി ഞാൻ ഒന്ന് വായിച്ചിട്ട് ബാക്കി വിശദമായിട്ട് പറയാം. റീച്ചിനും ലൈക്കിനും വേണ്ടി ഒരാളുടെ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ശരീരഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമോ എന്റർടൈൻമെന്റോ അല്ല. നിങ്ങളുടെ വീട്ടിലുള്ള അമ്മയുടെയോ സഹോദരിയുടെയോ ഭാര്യയുടെയോ ചിത്രം ഇതേ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുമോ? മറ്റുള്ളവരുടെ മാന്യതയും സ്വകാര്യതയും ബഹുമാനിക്കാൻ പഠിക്കുക. ഈ പോസ്റ്റ് ഉടൻ ഡിലീറ്റ് ചെയ്യുക. ഒരു ഫോട്ടോയോ വീഡിയോയോ കണ്ടാൽ അതിന് താഴെ മോശം കമന്റുകൾ ഇടാനും സ്ത്രീകളെ അപമാനിക്കാനും കാത്തിരിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് കണ്ടന്റ് ഒരുക്കി കൊടുക്കുന്നതാണോ നിങ്ങളുടെ ലക്ഷ്യം? റീച്ചിനും ലൈക്കിനും വേണ്ടി ഒരാളുടെ മാന്യതയും സ്വകാര്യതയും വിൽക്കരുത്. ഇത്തരം പോസ്റ്റുകൾ ഉടൻ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അനുമോളുടെ ഈ ഒരു കമന്റ് ആണെന്നാണ് തോന്നുന്നത്. ഞാനൊരു പോസ്റ്റായിട്ടാണ് ഞാനിത് കണ്ടതെന്ന് പറയുന്നത്. ഒരു പേജ് ഇട്ട പോസ്റ്റായിട്ടാണ് ഞാനിത് കണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വായിച്ചപ്പോഴത്തേക്കും സംഭവം അനുമോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയുടെ പേജിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കുടുംബത്തോടൊപ്പം ഒരു സ്വിമ്മിംഗ് പൂളിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ടാണ് പുള്ളിക്കാരത്തി ഇട്ടതെന്ന് പറയുന്നത്. പക്ഷേ ആ വീഡിയോയിലെ ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് അതൊരു ഫോട്ടോ ആക്കി, അതായത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് അതൊരു ഫോട്ടോ ആക്കിയിട്ട് അത് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ ഈ പറയുന്ന രീതിയിൽ കുറേയധികം പേജസിലൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യം. അത് ഈ അനുമോൾ പറഞ്ഞ കണക്ക് തന്നെയാണ്. അത് വേണ്ടാത്ത രീതിയിലുള്ള കാര്യങ്ങളായിട്ട് പോസ്റ്റ് ചെയ്ത രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറേ നാളുകൾ കൊണ്ട് കാണുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് പറയുന്നത് കുറേയധികം പേജസുകളുണ്ട്. അത് ഇൻസ്റ്റാഗ്രാം പേജസ് ആയാലും ഫേസ്ബുക്ക് പേജസുകളായാലും അങ്ങനെ കുറേയധികം പേജസുകളുണ്ട്. അതായത് ഈ എന്താ പറയുക വൾഗറായിട്ടുള്ള കുറേയധികം ഫോട്ടോസും കാര്യങ്ങളും, അതായത് ഈ വീഡിയോസിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത്, അതായത് ചില പ്രത്യേക സ്ഥലങ്ങൾ എത്തുമ്പോഴത്തേക്കും അത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് അത് ഈ പറയുന്ന രീതിയിൽ കുറേയധികം വൾഗർ പേജസുകളുണ്ട്. അതായത് ഈ പറയുന്ന രീതിയിൽ കുറേയധികം അനാവശ്യമായിട്ടുള്ള ഫോട്ടോസുകൾ മാത്രം ഇടുന്ന തരത്തിലുള്ള പേജസുകളുണ്ട്. അപ്പോൾ ആ പേജസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അങ്ങ് ഇട്ട് നിറയ്ക്കും. അപ്പോൾ അതുപോലെ ഈ പറയുന്ന രീതിയിൽ അനുമോളുടെ ആ ഒരു വീഡിയോയിൽ ഒരു ഭാഗത്ത് നിന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ആ സ്ക്രീൻഷോട്ട് ഇതുപോലെ പല രീതിയിൽ പല പേജസും മിസ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും പേടിച്ചിട്ട് നേരെ ചൊവ്വേ ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ സമൂഹത്തിൽ പലർക്കും എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. അനുമോളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, പലർക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ അതിനുള്ളിൽ ഒരു തരത്തിലുമുള്ള വൃത്തികേടുകൾ കാണിച്ചില്ലെങ്കിൽ പോലും അത് വൃത്തികേടാക്കി ചിത്രീകരിക്കുന്ന തരത്തിൽ അത് വേറൊരു തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടങ്ങിട്ട് ചാർത്തും. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പോസ്റ്റിന് താഴെ തന്നെ, അതായത് ഈ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തിടുന്ന പേജസ്, അവരുടെ പേജസിലുള്ള അവരുടെ ഫോളോവേഴ്സ് ഈ പോസ്റ്റിന് താഴെ അവരിടുന്ന ഇതുപോലുള്ള സ്ക്രീൻഷോട്ടുകളുടെ താഴെ വന്നിടുന്ന കമന്റുകളുണ്ട്. അത് അതിൻ്റെയും വൾഗറായിട്ടുള്ള കമന്റുകളാണ് അവർ ഓരോന്നിലും ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അമ്മാതിരിയുള്ള ഊളത്തരങ്ങൾ, അമ്മാതിരിയുള്ള ഊള കമന്റുകളൊക്കെ ചെയ്യാൻ കുറേ പേര് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഐ ഡിയൊന്നും കാര്യങ്ങളൊന്നും അല്ല, ഫേക്ക് ഐ ഡി കൊണ്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള കമന്റുകൾ നിറയ്ക്കുന്നത്. നേരെ ചൊവ്വേ ഒരു ഫോട്ടോ ഇട്ടാൽ പോലും അതിനുള്ളിൽ വന്നിട്ട് അത്രയ്ക്കും വൾഗറായിട്ടുള്ള കമന്റുകൾ നിറയ്ക്കുന്നവരാണ്. അപ്പോൾ പിന്നെ ഇതുപോലുള്ള പോസ്റ്റുകൾ കാണുമ്പോഴത്തേക്കും അവർ ഏത് തരത്തിലായിരിക്കും അത് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഊഹിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അനുമോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം പോലും ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് എടുത്ത് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രതികരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ റിയാക്ട് ചെയ്യും. കാരണം നമ്മളിപ്പോൾ അതുപോലുള്ള ഒരു ഫോട്ടോയോ ആ ഒരു തരത്തിലുള്ള ഒരു വീഡിയോയോ മനഃപൂർവ്വം ഇട്ടാൽ അതിന് ആ ഒരു തരത്തിൽ പ്രതികരിക്കുന്നതിന് അർത്ഥമുണ്ടെന്ന് പറയാം. ഇത് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ഒരു വീഡിയോയിൽ വന്ന് ആ ഒരു ഭാഗം മാത്രം സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ഇടുക എന്ന് പറയുമ്പോൾ അത് ഈ അനുമോളുടെ കാര്യത്തിൽ മാത്രമല്ല പലരുടെയും വീഡിയോസിൽ ആ ഒരു തരത്തിൽ വന്ന് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് ഇതുപോലുള്ള നാറ്റമച്ച പേജസിലെല്ലാം തന്നെ സ്പ്രെഡ് ആക്കും. അത് പിന്നെ ഈ പറയുന്ന രീതിയിൽ നാട് നീളെ എല്ലാവരും കാണുന്ന തരത്തിലോട്ട് കാര്യങ്ങളെത്തും. കാരണം ഈ പറയുന്ന വ്യക്തികൾ, അതായത് നോർമലി വീഡിയോസ് ഇടുന്ന വ്യക്തികൾ ആ ഒരു ഉദ്ദേശത്തിൽ ആയിരിക്കത്തില്ല അവർ വീഡിയോസ് ഇടുന്നത്. അവരിടുന്ന നോർമൽ വീഡിയോസ് തന്നെ വേറൊരു തരത്തിലോട്ട് ആക്കിക്കൊണ്ട് ചിത്രീകരിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. കാരണം നമ്മുടെ സമൂഹം ആ ഒരു തരത്തിലോട്ടായി പോയി എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതിലൂടെ സഞ്ചരിക്കുന്ന കുറേ പേരുമുണ്ട്, അത് കണ്ട് ആസ്വദിക്കുന്ന കുറേ പേരുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, നാടിൻ്റെ പോക്കെന്ന് പറയുന്നത് അമ്മാതിരിയാണ്. പക്ഷേ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നവർ ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും ചെറ്റകളാണ്, ഊളകളാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അനുമോൾ പറഞ്ഞ ഈ ഒരു കാര്യം മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിനെ കണ്ടുപിടിച്ചിട്ട് നല്ല രീതിയിലുള്ള നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് യഥാർത്ഥം പറഞ്ഞാൽ വേണ്ടെന്ന് പറയുന്നത്. കാരണം ഇമാതിരി കഴപ്പുമൂത്തിരിക്കുന്നവന്മാരെയൊക്കെ ആ ഒരു തരത്തിൽ വെറുതെ വിടേണ്ട ആവശ്യമില്ല. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതുപോലുള്ള ഊളത്തരങ്ങൾ കാണിക്കുന്നവർ പലരുമുണ്ട്.
പക്ഷേ അതൊന്നും തന്നെ ഒറിജിനൽ ഐ ഡിന്നോ ഈ പറയുന്ന രീതി ഒറിജിനൽ പേജസിൽ നിന്നോ ഒന്നും തന്നെ അറിയത്തില്ല. കുറേയധികം ഊള പേജസ് ഉണ്ടാക്കി അതിൽ ഫേക്ക് ഐ ഡി അഡ്മിനുമായിട്ട് ഈ പറയുന്ന രീതിയിൽ അങ്ങ് പടച്ചു വിടുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്ന വ്യക്തികളെ പലരെയും പൊക്കുന്ന തരത്തിലോട്ടും ആളുകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അവരൊക്കെ തന്നെ അവസാനം അയ്യോ എന്നെ വെറുതെ വിടണേ, അതാണ് ഇതാണ് മറ്റേതാണേ മറിച്ചതാണേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കാല് പിടിച്ചുകൊണ്ട് ആ കേസിൽ നിന്നൊക്കെ ഒഴിവാകുന്നവരും ഉണ്ട്. എന്നിട്ടും ഇവനൊന്നും തന്നെ ഒരു തരത്തിലും പഠിക്കില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇതുപോലെ ചെയ്യുന്ന ഊളത്തരങ്ങൾ ചെയ്യുന്ന മഹാന്മാർ ശരിക്കും പറഞ്ഞാൽ നിനക്കൊന്നും അമ്മയും പെങ്ങളൊന്നും ഇല്ലെന്ന് മാത്രമേ ചോദിക്കാവുള്ളൂ. അമ്മാതിരി ചെറ്റ പരിപാടിയാണ്. ഇതുപോലുള്ള ഊളത്തരം ചെയ്യുന്നവന്മാർ ശരിക്കും പറഞ്ഞാൽ പിടിച്ചകത്തിടേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. അതിനിപ്പോൾ ആരായാലും